നമസ്കാരം. ഏറ്റവും ശക്തമായിട്ടുള്ള സാമൂഹിക രാഷ്ട്രീയ പാരിസ്ഥിതിക വിഷയങ്ങളിൽ പോലും വീഡിയോ കണ്ടന്റുകൾ ചെയ്യുന്ന യൂട്യൂബ് ബ്ലോഗർ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് എന്നീ നിലകളിലൊക്കെ തന്നെ ഏറെ പ്രശസ്തനാണ് ധ്രുവ റാട്ടി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടും ഉത്തര കൊറിയയുടെ കിം ജോങ് ഉന്നിനോടുമെല്ലാം നരേന്ദ്രമോദിയെ താരതമ്യം ചെയ്ത് സംഘപരിവാർ പടച്ചുവിടുന്ന നുണക്കഥകൾ വസ്തുനിഷ്ഠമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പൊളിച്ചടുക്കി പൊതുസമൂഹത്തിന് മുന്നിലേക്ക് തുറന്നു വയ്ക്കുന്ന ധ്രുവ റാട്ടി ഇപ്പോൾ ഇത്തവണ എത്തിയിരിക്കുന്നതാകട്ടെ ഡൽഹി തെരഞ്ഞെടുപ്പ് BJP അട്ടിമറിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചാണ്. ജനാധിപത്യ ഇന്ത്യയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണിത്. അതിനെ എങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നൊക്കെ ധ്രുവ റാട്ടി വളരെ കൃത്യമായി വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ അതിസങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ സംഭവങ്ങളെ സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ മനസ്സിലാക്കി തരുന്ന ധ്രുവിൻ്റെ വീഡിയോകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത്തരം വീഡിയോകൾ പുറത്തു വരുമ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ഈ വീഡിയോകൾ വഴിവെക്കാറുമുണ്ടായിരുന്നു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറികളെക്കുറിച്ചുള്ള അന്വേഷണവും കണ്ടെത്തലുകളും ചർച്ച ചെയ്യുന്നതാണ് ധ്രുവ റാട്ടിയുടെ പുതിയ വീഡിയോ. ഈ വരാനിരിക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP കൃത്രിമത്വം കാണിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും അതിനെ എങ്ങനെ മറികടക്കും എന്നുള്ളതൊക്കെ തന്നെയാണ് ഈ വീഡിയോയിൽ ധ്രുവ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഫെബ്രുവരി 5-ാം തീയതി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ BJPയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് ധ്രുവിൻ്റെ ഈ വാദങ്ങൾ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ശതമാനം കുറവായിരുന്ന ബൂത്തുകളിലെ വോട്ടർമാരെ BJP വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന് ധ്രുവ റാട്ടി ഇവിടെ തുറന്നടിക്കുന്നു. ഇതിൽ 3 പേരെ ഒഴിവാക്കിയത് അവർ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചുവെന്ന് വരുത്തി തീർത്തുകൊണ്ടാണെന്നും അതിനുള്ള തെളിവുകളെല്ലാം തന്നെ നിരത്തിക്കൊണ്ട് ധ്രുവ് ഇവിടെ വ്യക്തമാക്കുകയാണ്. ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളാകട്ടെ ഇപ്പോഴത്തെ ഭരണകക്ഷിയായിട്ടുള്ള BJP ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൃത്രിമത്വം കാട്ടിയതായി നേരത്തെ മുതൽ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ഡിസംബർ 15-നും ജനുവരി 2-നും ഇടയിൽ ന്യൂഡൽഹിയിലെ വോട്ടർ പട്ടികയിൽ പെട്ടെന്ന് 10,500ഓളം പുതിയ വോട്ടർമാരെ ഉൾപ്പെടുത്തിയതിൽ ഡൽഹി മുഖ്യമന്ത്രി അതിഷി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അയച്ചിരിക്കുന്ന കത്തിലും ഒരു ആശങ്ക അറിയിച്ചിരുന്നു. 1 ലക്ഷം വോട്ടർമാർ മാത്രമുള്ള ഒരു മണ്ഡലത്തിൽ ഇത്തരം കൂട്ടിച്ചേർക്കലുകൾ ഗുരുതരമായിരിക്കുമെന്നും ഇത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്നും ഡൽഹി മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. മുംബൈയിലെ ഡോക്യുമെൻ്ററി സംവിധായികയായിട്ടുള്ള സീമന്തിനി ധുരു ഉൾപ്പെടെയുള്ള നിരവധി വോട്ടർമാരെ ഈ പട്ടികയിൽ നിന്നും ഇല്ലാതാക്കിയ സംഭവങ്ങളിലേക്ക് പോലും ധ്രുവിൻ്റെ വീഡിയോ വിരൽ ചൂണ്ടുന്നുണ്ട്. സീമന്തിനി ധുരു വോട്ട് ചെയ്യാനായിട്ട് വേണ്ടി പോളിംഗ് ബൂത്തിലെത്തി, എന്നാൽ ഇവരുടെ ഊഴമെത്തിയപ്പോൾ വോട്ട് ചെയ്യാൻ ആവില്ലെന്ന് ഇവരോട് പറയുകയാണ്. കാരണം അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുൻ, അതായത് 2023 ഡിസംബർ 18-ന് അവർക്ക് പുതിയ വോട്ടർ കാർഡ് ലഭിച്ചതേ ഉള്ളൂ. ഇതെങ്ങനെയാണ് സംഭവിക്കുക? അവർ ഇതിൻ്റെ കാരണം അറിയാനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സോണൽ ഓഫീസിൽ പോവുകയുണ്ടായി. അവിടെ ഒരു ഉദ്യോഗസ്ഥൻ അവരുടെ പേര് പരിശോധിച്ച് കണ്ടെത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കനുസരിച്ച് ഈ രേഖയിലാകട്ടെ അവർ മരിച്ചുവെന്നാണ് കാണുന്നതെന്നാണ് അവർക്ക് കിട്ടിയ വിവരം. താൻ മരിച്ചുവെന്ന് പറഞ്ഞ് തൻ്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റിയത് കമാൽ ഷാ എന്നൊരാളാണെന്നും അവർ അവിടെ നിന്നും മനസ്സിലാക്കുന്നു. ഡിസംബർ 18-നാണ് അവർക്ക് പുതിയ വോട്ടർ കാർഡ് ലഭിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 2024 ജനുവരി 2-നാണ് ഈ ഒരു കമാൽ ഷാ ഇവർ മരിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ നൽകുന്നത്. അപേക്ഷ ലഭിച്ച് 7 ദിവസങ്ങൾക്കുള്ളിൽ, അതായത് ജനുവരി 9-ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരുടെ പേര് വോട്ടർ ലിസ്റ്റിൽ നിന്നും ഡിലീറ്റ് ചെയ്യുകയാണ്. അതും മതിയായിട്ടുള്ള നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിക്കാതെ തന്നെ തൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എങ്ങനെയാണ് തൻ്റെ പേര് എങ്ങനെ വെട്ടിക്കളഞ്ഞുവെന്നാണ് അവർ ചോദിക്കുന്നത്. ഇതിൽ പറയുന്ന കമാൽ ഷാ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്ന് ആർക്കും അറിയില്ലെന്നതാണ് ഇതിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമെന്നാണ് ധ്രുവയുടെ പറയുന്നത്. ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സീമന്തിനി ധുരു കേസ് അത് ഒരു ഒറ്റപ്പെട്ട കേസല്ല എന്നും ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം മുഴുവൻ ഇതുപോലെ ലക്ഷക്കണക്കിന് ആളുകളുടെ പേരുകൾ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ധ്രുവയുടെ പറയുന്നത്. ഇപ്പോഴും ഒഴിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് വിരൽ ചൂണ്ടുന്ന നിരവധി റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വോട്ടർ പട്ടികയിലെ ഈ തട്ടിപ്പ് ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിലാണ് നടക്കുന്നത്. അതിനെ തള്ളിക്കളയാനാവാത്ത നിരവധിയായിട്ടുള്ള തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു മറിമായം കൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലും സാരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അടുത്തിടെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് നേരിട്ട് ബാധിക്കുകയുമുണ്ടായി. ഡൽഹിയിലെ ബജൂരി ഖാസിലും ഗോവയിലെ പിഞ്ചിമിലും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് ധ്രുവ് ഇവിടെ വീഡിയോയിൽ വ്യക്തമായി പറയുന്നു. BJPക്ക് വോട്ട് ചെയ്യാൻ സാധ്യത കുറവായിട്ടുള്ള ദളിത് മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ടവരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ അവിടുത്തെ തെരഞ്ഞെടുപ്പ് അധികാരികൾ ഒത്താശ ചെയ്തതായിട്ടും ഇവിടെ ധ്രുവ് പറയുകയാണ്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അത് അഴിമതിരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുമ്പോഴും
രാജ്യത്തെ വളരെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൻ്റെ സമഗ്രതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ധ്രുവറാട്ടിയുടെ വാദങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളെ കൂടുതൽ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാൻ ഇപ്പോൾ പ്രേരിപ്പിക്കുന്നതാണ്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.